ഒരു കിടിലൻ ഡിസൈൻ കണ്ടാലോ? ഇത് ഞാൻ ഒരു 2 വർഷം മുമ്പ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മോഡൽ വീണ്ടും ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചെയ്ത ഒരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈൻ എനിക്ക് കുറച്ചും കൂടി ഒരു നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. നമുക്കൊരാളെ നിർബന്ധപൂർവ്വം അങ്ങനെ ഒരു ഡിസൈൻ അങ്ങ് ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ആ കസ്റ്റമറിനും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമല്ലോ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്കിന് കറക്റ്റ് ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു ഓർഡർ വന്നു കേട്ടോ. ഈ ഓർഡർ തന്നത് ആരതിയായിരുന്നു. അപ്പോൾ ആരതിയുടെ മോന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു ഡിസൈനാണ് ഇത്. അതിൽ സെൻറ്ററിൽ ഞാൻ പാലത്തിന് പകരം കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്ന കേട്ടോ. അപ്പം ആ ഒരു പേപ്പർ പ്രിൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എഡിബിളാണ്. ഇത് 1 kg ഒരു കേക്കാണ്. നമ്മൾ പക്ഷേ ബേസ് എടുത്തിരിക്കുന്നത് 12 കേട്ടോ. 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് സെൻറ്ററിൽ റോഡ് വരുന്നത് കൊണ്ട് നമ്മൾ 12 ഇഞ്ച് എടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഐസിങ് ചെയ്തിട്ടാട്ടോ ഈ ഒരു കേക്കിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു അബദ്ധം പറ്റിയത് വണ്ടി ആദ്യം വെക്കണമായിരുന്നു. അത് ഞാൻ ലാസ്റ്റാട്ടോ വെച്ചത്. എന്തായാലും അവർ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനും വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റിയതിൽ. ഈ ഒരു ഡിസൈൻ്റെ കുറ്റം കുറവൊക്കെ ഇങ്ങ് പോരട്ടെ നീ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതുപോലെ കുറേ കുറ്റം കുറവൊക്കെ കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ പിറ്റേ ആഴ്ച ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്തായാലും കണ്ടുപിടിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഡിസൈനായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.